മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രശ്നമായിരുന്നു ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നം. അതിൻ്റെ ഭാഗമായി പാലക്കാട് വന്ന ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ 6000 വോട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ആ 6000 വോട്ടും ഞങ്ങൾ ഇത്തവണ BJPക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ്. നേരിയ ഭൂരിപക്ഷത്തിന് വേണമെങ്കിൽ BJPക്ക് ജയിക്കാവുന്ന കേരളത്തിലെ നിയമസഭാ സീറ്റുകളിലൊന്നാണ് പാലക്കാട്. ഈ 6000 വോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പാലക്കാട്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് ആ ബിഷപ്പ് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത്. പക്ഷേ അവിടെ ക്രിസ്ത്യാനികളുടെ 6000 വോട്ട് BJPക്ക് കിട്ടിയപ്പോൾ ഹിന്ദുക്കളുടെ 12000 വോട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ് അനുഭവം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയത്. കേരളത്തിലെ കാസ പോലുള്ള ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ചില ഭീകര സ്വഭാവമുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ മനുഷ്യരെ സമീപിക്കുന്നതിൽ വരുന്ന ചില പെശകുകൾ ഇതിനകത്തുണ്ട്. ഒന്ന്, RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളത്തിലൊരു അജണ്ടയുണ്ട്, ഇന്ത്യയിൽ അവർക്കൊരു അജണ്ടയുണ്ട്. അത് കൃത്യമായും മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ ന്യൂനപക്ഷമാണ്. പക്ഷേ മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭൂമിയുടെ എത്രയോ ഇരട്ടി ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് ഒരു പക്ഷേ RSSും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഐക്യം തകരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യം അതാണ്. ഹിന്ദുക്കളുടെ ഭൂമിക്ക് കണക്കുണ്ട്. കാരണം ഹിന്ദു ആക്ട് ഉണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്, ഭൂമിക്ക് കണക്കുണ്ട്. മുസ്ലിങ്ങളുടെ ഭൂമിക്ക് കണക്കുണ്ട്, വഖഫ് ബോർഡുണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. സിഖുകാരുടെ ഭൂമിക്ക് കണക്കുണ്ട്, കാരണം ഗുരുദ്വാര ആക്ട് ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഭൂമിക്ക് കണക്കില്ല. കാരണം ഒരു ചർച്ച് ആക്ട് ഇതുവരെ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടില്ല. ചർച്ച് ആക്ട് ഇല്ല. ചർച്ച് ആക്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ കത്തോലിക്ക സഭ അതിശക്തമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. യാക്കോബായ സഭ അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ സഭകൾ തമ്മിലുള്ള ഒരു സവിശേഷമായ ബന്ധം. അതുകൊണ്ട് നമ്മുടെ കാസയുടെ സുഹൃത്തുക്കൾ ഈ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ആ ഭൂമി പോയി എന്നാണ്. അങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു ഭൂമിയും ഒരു മുസ്ലിമും പരാതി കൊടുത്തുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിയമപരമായ വശം, ഫറൂഖ് കോളേജിൻ്റെ ഭൂമി ഫറൂഖ് കോളേജ് വിറ്റതുകൊണ്ടാണ് പോൾ വക്കീലിനും ചാക്കോ വക്കീലിനും ഒക്കെ വിൽക്കാൻ അവർ അവകാശം കൊടുത്തുകൊണ്ടാണ് മുനമ്പത്തുള്ളവർക്ക് വാങ്ങാൻ കഴിഞ്ഞത്. കാരണം തമ്പാൻ തോമസ് പങ്കെടുത്ത സമരത്തിൻ്റെ അനുഭവങ്ങൾ കേരള നിയമസഭയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്, അദ്ദേഹം പറഞ്ഞല്ലോ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയാണ് അന്ന് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ തന്നെ സീനിയർ വക്കീലായിരുന്ന K. ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരൻ വക്കീൽ പലവട്ടം കേരളത്തിൽ പല മന്ത്രിസഭകളിൽ മന്ത്രിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ വക്കീൽ റവന്യൂ മന്ത്രിയായിരിക്കുന്ന പട്ടനാണപ്പിള്ളയുടെ മന്ത്രിസഭയ്ക്കകത്ത് മുനമ്പത്ത് 1961 ഒരു സമരം നടന്നു. ആ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഭയ്ക്കകത്ത് ആ പ്രശ്നം CG ജനാർദ്ദനൻ എന്ന് പറയുന്ന MLA ഉന്നയിച്ചു. PT ചാക്കോയാണ് ആഭ്യന്തരമന്ത്രി. PT ചാക്കോ ഒന്നാന്തരം കത്തോലിക്കനാണ്. PT ചാക്കോ നിരീശ്വരവാദിയല്ല, മുസ്ലിം പക്ഷവാദിയല്ല. PT ചാക്കോ കത്തോലിക്കനാണ്. PT ചാക്കോയാണ് ആഭ്യന്തരമന്ത്രി. PT ചാക്കോ പറഞ്ഞ മറുപടി വളരെ കൃത്യമായിട്ട് 1961 മാർച്ച് 3-ാം തീയതിയിലെ കേരള നിയമസഭയുടെ രേഖയ്ക്കകത്തുണ്ട്. നമ്മുടെ നിയമസഭാ ലൈബ്രറിയിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ഫറൂഖ് കോളേജിൽ കിട്ടിയ ഭൂമിക്കകത്ത് അവരവിടെ കൃഷി നടത്താൻ വേണ്ടി ഒരു ബണ്ട് കെട്ടി. മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ആ ബണ്ട് പൊളിച്ചു. സോഷ്യലിസ്റ്റുകാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പത്മനാഭ വക്കീലൊക്കെ ഉണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു.
പോലീസ് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് CG ജനാർദ്ദൻ്റെ MLA സബ്മിഷൻ വന്നത്. PT ചാക്കോ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെല്ലാം അറസ്റ്റ് ചെയ്തത്, അവിടെ ഫറൂഖ് കോളേജ് കെട്ടിയ ബണ്ട് തകർക്കാൻ വന്ന രാഷ്ട്രീയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. അതൊരു രാഷ്ട്രീയ സമരമാണ്. അത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്. ഫറൂഖ് കോളേജിൻ്റെ ഭൂമിക്കകത്ത് വന്ന് അതിക്രമം കാണിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാളെയും അങ്ങനെ ചെയ്താൽ അറസ്റ്റ് ചെയ്യും, മറ്റന്നാളും അറസ്റ്റ് ചെയ്യും എന്നാണ് PT ചാക്കോയുടെ മറുപടി. അപ്പോൾ വേറൊരു MLA എണീറ്റ് ചോദിച്ചു, റവന്യൂ മന്ത്രിയുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നമുക്കറിയാം പഴയ നിയമസഭ ഇപ്പോഴത്തെ പോലത്തെ നിയമസഭയല്ല. അവർ വളരെ കൃത്യമായിട്ട് ഓരോ MLAയും ചാടി എണീറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന നിയമസഭയാണ്. അതുകൊണ്ട് റവന്യൂ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇടയിലൊരു അകൽച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേറൊരു MLA ചോദിച്ചു, റവന്യൂ മന്ത്രിക്കും ഈ അഭിപ്രായം തന്നെയാണോ? കാരണം റവന്യൂ മന്ത്രിയുടെ പാർട്ടിക്കാരാണ് സമരം ചെയ്യാൻ പോയിട്ട് അറസ്റ്റിലായിട്ടുള്ളത്. റവന്യൂ മന്ത്രിയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ എണീറ്റ് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി പറഞ്ഞ അതേ നിലപാടാണ് എനിക്കുള്ളത്. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ഒരു ഗവൺമെൻറ്റിന് 2 മന്ത്രിമാർക്ക് 2 അഭിപ്രായം ഉണ്ടാവില്ല, 2 നിലപാടുണ്ടാവില്ല. ഇത് 61 മാർച്ച് 3-ാം തീയതി നമ്മുടെ നിയമസഭാ രേഖയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുനമ്പത്തെ ഭൂമി ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് 61-ൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം 2004-ൽ തിരയേണ്ട കാര്യം കാസയ്ക്കോ RSSകാർക്കോ ഇല്ല. ചരിത്രത്തിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ അറിയണമെന്നില്ല, RV ബാബുവിന് അറിയണമെന്നില്ല, ശശികലയ്ക്ക് അറിയണമെന്നില്ല. പക്ഷേ പിണറായി വിജയൻ അതറിയണം. കാരണം അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, നിയമസഭയെ നയിക്കുന്ന ആളാണ്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ BJPയുടെ വോട്ട് അങ്ങോട്ട് വോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ടത്. BJPക്ക് അങ്ങോട്ട് വോട്ട് കൊടുക്കാൻ വേണ്ടി CPMൻ്റെ ചിഹ്നം തന്നെ അവർ വേണ്ടാന്ന് വെച്ചു. പാലക്കാട് പോലൊരു സ്ഥലത്ത് അരിവാൾ ചുറ്റിയ നക്ഷത്രം വേണ്ടാന്നൊരു പാർട്ടി തീരുമാനിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം, CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി വേണ്ടാന്ന് തീരുമാനിക്കുന്നതിൻ്റെ അർത്ഥം BJPക്കാർ ജയിച്ചോട്ടെ എന്നാണ്. പക്ഷേ പാലക്കാട്ടെ മതനിരപക്ഷവാദികളായ മനുഷ്യർ BJP ജയിക്കേണ്ട എന്നാണ് തീരുമാനിച്ചത്. അത് പാലക്കാടിൻ്റെ, മലബാറിൻ്റെ, കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ്. BJPയെ അങ്ങനെ എളുപ്പത്തിൽ ജയിപ്പിക്കാൻ മലയാളികൾ തീരുമാനിച്ചിട്ടില്ല. തൃശ്ശൂരിൽ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ജയിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പേ ഡൽഹിയിൽ നിന്ന് അമിത്ഷാ ഡൽഹിയിലെ പോലീസ് കമ്മീഷണറെ തൃശ്ശൂരിലെ അരമനയിലേക്ക് അയക്കുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ അരമനയിൽ വന്നിട്ട് അവിടുത്തെ കർദിനാളിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് ജയിലിൽ പോകാനാണോ താമസം അതോ അരമനയിൽ തന്നെ ഇരിക്കാനാണോ താല്പര്യം എന്നാണ്. നിങ്ങൾക്ക് ജയിലിൽ താമസിക്കാനാണോ താല്പര്യം അതോ അരമനയിൽ തന്നെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനാണോ താല്പര്യം എന്നാണ്. അരമനയിൽ ഇരിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു 52,000 വോട്ട് മറിച്ച് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത്. അങ്ങനെയാണ്. ഇതാണിപ്പോൾ നടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് വന്ന വലിയൊരു മാറ്റമാണ്. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ പോലുള്ള വലിയ അതിശക്തരായ ആളുകളൊക്കെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അമിത്ഷാ ചെയ്ത പോലെ ഒരു കാര്യം ഇന്ദിരാഗാന്ധി ഒരിക്കലും ചെയ്തിട്ടില്ല. അടിയന്തരാവസ്ഥയിൽ പോലും ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം പറയും. ഇന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് വരുന്നത് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. പഴയ കോൺഗ്രസ് നേതാവാണ്. അവിടെ ആസാമിൽ ബീഫ് നിരോധിച്ചിരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ പോയെന്നുള്ളത് പിന്നീടൊരു CBI ഉദ്യോഗസ്ഥൻ, അതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില അഴിമതി കേസ് പെട്ടിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന CBI ഉദ്യോഗസ്ഥന് ഡൽഹിയിൽ നിന്നൊരു കോൾ വരികയാണ്. ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അയാൾ വിറച്ചുപോയി. അത് അമിത്ഷായാണ്, സാക്ഷാൽ അമിത്ഷാ അയാളോട് ചോദിച്ചു, ഇവൻ എന്താ പറയുന്നത്? ഈ ഹിമന്ത ബിശ്വ ശർമ്മ. CBI ഉദ്യോഗസ്ഥർ പറഞ്ഞ അയാൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഒന്നും സമ്മതിക്കുന്നില്ല. എന്നാൽ നീ അവന് ഫോൺ കൊടുക്കുക. ഈ CBI ഉദ്യോഗസ്ഥൻ താൻ ചോദ്യം ചെയ്യുന്ന പ്രതിക്ക് അമിത്ഷായുടെ കോളുള്ള ഫോൺ കൈമാറി. അമിത്ഷാ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ ഭാവിയിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് താല്പര്യമില്ലേ? ജയിലിൽ പോയി കിടക്കാനാണ് താല്പര്യം? ഹിമന്ത ബിശ്വ ശർമ്മ ആകെ വരച്ചിരിക്കുകയാണ്. ഒന്നാമത് CBI ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം ചെയ്യൽ, രണ്ടാമത് അമിത്ഷായുടെ ഫോൺ കോള്. അയാൾ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ പാർട്ടി ഒന്ന് മാറിയേക്ക്, ഞങ്ങളവിടെ മുഖ്യമന്ത്രിയാക്കാം. അങ്ങനെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലെത്തിയിട്ട് ഇപ്പോൾ BJPയുടെ ആസാമിലെ മുഖ്യമന്ത്രിയായിട്ട് നിന്ന് ബീഫൊക്കെ നിരോധിച്ച്, ഇവിടെ ആരും ബീഫ് തിന്നണ്ട, ഞങ്ങളതെല്ലാം കയറ്റി അയച്ചിട്ട് പൈസ ഉണ്ടായിക്കൊള്ളാം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മുനമ്പത്തെ കാര്യത്തെ ചർച്ച ചെയ്യുന്നത്. പഴയ രാഷ്ട്രീയമല്ല, പഴയ കാലാവസ്ഥയല്ല, പഴയ രീതികളല്ല.
അപ്പോൾ മുനമ്പത്ത് വന്നിട്ട് കാസയുടെ സുഹൃത്തുക്കൾ പറയുന്നത് അത് ഇവിടെ മുസ്ലിങ്ങൾ ഭൂമി പിടിച്ചെടുക്കുകയാണെന്നാണ്, മുസ്ലിങ്ങൾ ഇത് മുഴുവൻ കൊണ്ടുപോകുന്നതാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഭൂമി ഏത് നിമിഷം വേണമെങ്കിലും അമിത്ഷായ്ക്ക് പിടിച്ചെടുക്കാം, RSSന് പിടിച്ചെടുക്കാം. അവർ മണിപ്പൂരിൽ ഇപ്പോൾ തർക്കമുണ്ടല്ലോ. മണിപ്പൂരിൽ മെയ്ത്തികളും കുക്കികളും തമ്മിൽ തർക്കമുണ്ട്. കുക്കികൾ എന്ന് പറഞ്ഞാൽ പരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളാണ്, ആദിവാസികളാണ്. അവർ ക്രിസ്ത്യാനികളായിട്ട് മതം മാറി. മെയ്ത്തികൾ കുറേ കൂടി ഹിന്ദു സ്വഭാവമുള്ളവരാണ്, അവർ താഴെ താമസിക്കുന്നവരാണ്. മലയോരം മുഴുവൻ കുക്കികളുടെ കയ്യിലാണ്. കുക്കികളും മെയ്ത്തികളും തമ്മിൽ വലിയ സായുധമായ ഏറ്റുമുട്ടലുണ്ട്. കുക്കികളൊക്കെ നാട് വിട്ടു പോയിട്ടുണ്ട്. 63,000 ഹെക്ടർ ഭൂമി, കുക്കികളുടെ ഭൂമി അഡാനിക്ക് എണ്ണപ്പന കൃഷിക്ക് വേണ്ടി ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും കത്തോലിക്ക ബിഷപ്പിന് കാസക്കാർക്ക് വല്ല ഉത്കണ്ഠയും കേരളത്തിലുണ്ടോ കുക്കികളെ കുറിച്ചിട്ട്? അവർ ദളിത് ക്രിസ്ത്യാനികളാണ്. ദളിത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കത്തോലിക്ക മതവിശ്വാസികൾക്ക് ഉത്കണ്ഠയുടെ ആവശ്യമില്ല. കാരണം കത്തോലിക്കർ വിശ്വസിക്കുന്നത് അവർ കേരളത്തിലെ നമ്പൂതിരിമാർ മാർഗം കൂടിയവരാണെന്നാണ്. നമ്പൂതിരിമാർ മാർഗം കൂടിയവരാണ് കത്തോലിക്കർ. സുറിയാനി ക്രിസ്ത്യാനികൾ, സീറോ മലബാർ സഭയുടെ ആളുകൾ. തെലങ്കാനയിലെ ഒരു പഴയ CPIM നേതാവ് സത്യമൂർത്തിയുടെ മരുമകൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആനകൾക്കിടയിലെ ഉറുമ്പുകൾ എന്നാണ്. ദളിതരും സവർണരും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ്. സത്യമൂർത്തിയുടെ മരുമകൾ വളരെ കഷ്ടപ്പെട്ടൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ ഹോസ്റ്റലാണ് തെലങ്കാനയിൽ. അവിടെ ഒരു പള്ളിയേ ഉള്ളൂ. ആ പള്ളിയിലാണ് എല്ലാവരും, ദളിത് ക്രിസ്ത്യാനിയും സവർണ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കുന്ന ഒരേ പള്ളിയിലാണ്. പക്ഷേ ആ പള്ളി പ്രാർത്ഥിക്കാൻ പോകുന്ന ചില ആളുകൾ മറ്റ് കുട്ടികളെ കൂടെ ചേർക്കില്ല. കോട്ടയത്തുനിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നൊക്കെ മലയാളത്തിൽ നിന്ന് പോയ കുറേ അതിസുന്ദരികളായ മലയാളി പെൺകുട്ടികൾ. ആ സുജാത പറയുന്നുണ്ട്, അവരെ കണ്ടാൽ നർഗീസ് ദത്തിനെ പോലെയും ഹേമമാലിനിയെ പോലെയുള്ള സൗന്ദര്യമുള്ളവരാണ്. പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികളാണ്. അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ കൂട്ടൂല. അവർ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ കൂട്ടൂല. ഒരു ദിവസം ഞാൻ അതിലൊരു കുട്ടിയോട് ചോദിച്ചു, എന്താ ഞങ്ങളും ക്രിസ്ത്യാനികളാണല്ലോ, നിങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്താത്തത് എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ നമ്പൂതിരിമാർ മതം മാറിയിട്ട് ക്രിസ്ത്യാനികളായവരാണ്, നിങ്ങളെപ്പോലെ ദളിതർ ക്രിസ്ത്യാനികളായിട്ട് വന്നവരല്ല, അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും രണ്ടാണ്. സുജാത ഗഡ്ല മോശക്കാരിയല്ല, അമേരിക്കയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഴുത്തുകാരികളിൽ ഒരാളാണ് KG സത്യമൂർത്തിയുടെ മരുമകൾ. അപ്പോൾ ഇത് ഈ കാസക്കാരൊക്കെ ഇവിടെ ആരും ഉണ്ടാവില്ല. കാസക്കാർ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്, കാസ വിചാരിച്ചിടത്തല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിൽക്കുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിൽക്കുന്നത്. സംഘപരിവാറിന് താല്പര്യമുണ്ട്. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ച് ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർക്ക് എങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായ ഒരു പ്രചാരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യത്തിൽ കൃത്യമായ പദ്ധതിയുണ്ട്, അതവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഇന്ത്യയുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ RSS വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ചെറുക്കുന്ന ഒരു വലിയ മണ്ഡലം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ ഇതിനെതിരായ ഒരു വലിയ ചെറുത്തുനിൽപ്പിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് മതനിരപേക്ഷ മണ്ഡലത്തിലുള്ള ഒരു വിഭാഗം മനുഷ്യർ വർഗീയതയ്ക്കെതിരെ ശബ്ദിക്കുന്നുള്ളതാണ്. അതെത്ര ചെറുതാണെങ്കിലും ചരിത്രപരമായിട്ട് അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം RSSനെ ഭയന്നിട്ടോ കാസയെ ഭയന്നിട്ടോ ആളുകൾ വീട്ടിലടച്ചിരിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലാവസ്ഥയെ മറികടക്കേണ്ടതുണ്ട്. സംഘപരിവാറിനെതിരായ ആക്രമണം എന്ന് പറയുന്നത്, സംഘപരിവാറിനെതിരായ ആക്രമണം മതനിരപേക്ഷ മണ്ഡലത്തിൽ നിന്നാണ് നടക്കേണ്ടത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സുപ്രീം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് അയോധ്യയിലെ ഭൂമി പിടിച്ചെടുത്തിട്ട് അയോധ്യയിൽ ക്ഷേത്രം ഉണ്ടാക്കി നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ BJPയുടെ സ്ഥാനാർത്ഥി തോറ്റത്. BJPയുടെ സ്ഥാനാർത്ഥി തോറ്റു. അയോധ്യയിലെ ഒരു ദളിത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുമ്പിലാണ് തോറ്റത്. അവധേഷ് കുമാറിന് മുമ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി തോൽക്കണം. BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ 8 തവണ അയോധ്യയിൽ നിന്ന് MLA ആയ MP ആയ ഒരാളാണ് അവിടെ മത്സരിച്ചത്, തോറ്റത്. അവധേഷ് കുമാറിൻ്റെ ഒരു ദളിത് സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ തോൽക്കുകയാണ്. എന്തുകൊണ്ടാണ് തോൽക്കുന്നത്? അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി 1.5 ലക്ഷം കുടിലുകൾ, കടകൾ പൊളിച്ചു നീക്കിയതിന് ശേഷമാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയത്. ഈ 1.5 ലക്ഷം പേരും വോട്ട് ചെയ്തത് BJPക്കെതിരെയാണ്. ആലോചിച്ച് നോക്കൂ, അയോധ്യയിൽ
ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് രാമക്ഷേത്രം അവതരിപ്പിച്ചതിന് ശേഷം ആദ്യം നടന്ന അവസരത്തിൽ തന്നെ അയോധ്യയിലെ മനുഷ്യർ രാമൻ്റെ ആളുകൾക്കെതിരെ വിധി എഴുതി പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു കയറ് വാങ്ങി തൂങ്ങിച്ചാവുന്നല്ലേ നല്ലത്? രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? ആ രാഷ്ട്രീയ പദ്ധതി പരാജയപ്പെട്ടു പോയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ചർച്ചകൾ എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന് ഇവിടുത്തെ മതനിരപക്ഷവാദികൾ പറഞ്ഞപ്പോൾ മോഡി, അമിത്ഷാ തുടങ്ങിയ ആളുകളൊക്കെ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കാരണം രാമക്ഷേത്രം അവരുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. സത്യത്തിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ട ഏതെങ്കിലും സന്യാസിമാരല്ലേ? സന്യാസിമാർക്ക്, ശങ്കരാചാര്യന്മാർക്ക് വല്ല ക്ഷാമവും ഇന്ത്യയിലുണ്ടോ? ശങ്കരാചാര്യന്മാരല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തില്ല? ശങ്കരാചാര്യന്മാർക്ക് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു തടസ്സമുണ്ട്. കാരണം അവരുടെ കർമ്മശാസ്ത്ര വിശ്വാസം അനുസരിച്ചിട്ട് ഒരു പള്ളിയുടെ ഖബറിസ്ഥാനിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല. മോഡിക്ക് ഉണ്ടാക്കാം, അമിത്ഷായ്ക്ക് ഉണ്ടാക്കാം, മോഹൻ ഭാഗവതന് ഉണ്ടാക്കാം, ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കാം. പക്ഷേ ശങ്കരാചാര്യന്മാർക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവർ പഠിച്ച നിയമങ്ങളനുസരിച്ചിട്ട് ഒരു പള്ളിയുടെ സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ പോകാൻ. അവരാ വഴിക്ക് പോയിട്ടില്ലല്ലോ. പക്ഷേ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയും പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് സന്യാസിമാരെന്നുള്ളതാണ്. തിരിച്ചാണ് വേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ മോഡി നടപ്പാക്കി അങ്ങനെയാണ്. പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യണം. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്യാസിമാർ പോരാ, അത് മോഡി തന്നെ ഉദ്ഘാടനം ചെയ്യണം. പക്ഷേ ഈ ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള ഇപ്പോൾ സംഭവിക്കുന്ന ഇത്തരം പരിവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചെറുക്കുന്ന ചില മേഖലകൾ അതിശക്തമായിട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദളിത്, മുസ്ലിം സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്ന് അതിനെതിരായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അംബേദ്കറുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അന്ന് തന്നെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. അംബേദ്കർ ക്രോഡീകരിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ തകർക്കുക എന്നുള്ള കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് പൊളിച്ചത്. പക്ഷേ ഇന്ത്യയിലെ ദളിതരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിലെ മതനിരപക്ഷവാദികളും ചേർന്ന് അംബേദ്കറുടെ ഭരണഘടനയുടെയും അംബേദ്കർ സ്വപ്നം കണ്ട ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം നമ്മൾ മുനമ്പത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് മലബാറിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, തെക്കൻ കേരളത്തിലേക്കോ മധ്യ കേരളത്തിലേക്കോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് ഭൂമിയുടെ പ്രശ്നമാണെങ്കിൽ മുനമ്പത്ത് വെച്ച് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള വിവിധ സംഘടനകളെടുത്ത നിലപാട് അങ്ങേയറ്റം ശ്ലാഘനീയമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം അവരാ കാര്യത്തിൽ യാതൊരു പിടിവാശിയും കാണിച്ചിട്ടില്ല. ഭൂമി സംബന്ധിച്ചോ, ഫറൂഖ് കോളേജിനെ സംബന്ധിച്ച പെശക് സംബന്ധിച്ചോ, പോളും ചാക്കോയും ചേർന്ന് വിറ്റ ഭൂമിയെക്കുറിച്ചോ ഒന്നും അവരിതുവരെ വ്യത്യസ്തമായൊരു അഭിപ്രായം കേരളീയ സമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് വളരെ വളരെ നല്ലൊരു മാതൃകയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ മുനമ്പത്തിൻ്റെ പേരിൽ കേരളത്തിലാകെ വർഗീയവൽക്കരണം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാവും. കാരണം വഖഫിൻ്റെ പേരിൽ ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഇന്ത്യയിലാകെ ഒരു നിയമത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയായ രീതിയല്ല. വേറൊന്നുകൂടിയുണ്ട്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, മലബാറിൽ നിന്നാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമൂഹം വളരെയധികം വല്ലാതെ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയാണ്. ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് നിശബ്ദരായി പിൻവാങ്ങുന്ന ഒരു അനുഭവം ഞങ്ങൾ കാണുന്നുണ്ട്. അത് അപകടകരമാണ്. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംഘപരിവാറിന് മുമ്പിലോ കാസയുടെ മുമ്പിലോ തലകുനിച്ച് നിൽക്കേണ്ട യാതൊരു രാഷ്ട്രീയ സന്ദർഭവുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദർഭമില്ല. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, അവർ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, അവർ ഡച്ചുകാർക്കെതിരെയും ഫ്രഞ്ചുകാർക്കെതിരെയും സമരം ചെയ്തിട്ടുണ്ട്. അധിനിവേശത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മലബാറിലെ മുസ്ലിങ്ങളും തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളും സമരത്തിൻ്റെതായ പാതയിലേക്ക് വന്നിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആ പൊന്നാനിയിലെ സയ്യിദ് മക്തൂം തൊട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തൊട്ട് വക്കം മൗലവി വരെയുള്ള ഒരു വലിയ സമരോത്സുകമായ മനുഷ്യരുടെ ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കില്ല. കേരളത്തിലെ ക്രൈസ്തവ സഭ ബ്രിട്ടീഷുകാരുടെ കൂടെ ഉറച്ചു നിന്നിട്ടുണ്ട്. യാക്കോബായക്കാരൊഴികെയുള്ള എല്ലാ സഭകളും പോർച്ചുഗീസുകാരുടെ കൂടെ ഉറച്ചു നിന്നിട്ടുണ്ട്. ബ്രിട്ടൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ
സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി അന്തിക്രിസ്തുവാണെന്ന് മലയാള മനോരമയ്ക്കകത്ത് അച്ചടിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നപ്പോൾ കോട്ടയത്ത് ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ സെൻറ്റർ വരെ തുറന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപമാനകരമായ ചരിത്രമില്ല. അതുകൊണ്ട് കാസയുടെ ആളുകളോട് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കത്തോലിക്കരോട് ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മതനിരപക്ഷവാദികൾ തയ്യാറാണ്. ഈ ചോദ്യങ്ങൾ ഇനി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മട്ടാഞ്ചേരിയിൽ വരുന്നത്. പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി പ്രസംഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അത് പ്രേംബാബു അടക്കമുള്ളവരോട് നന്ദി പറയാണ്. നിങ്ങൾക്ക് അഭിവാദ്യം.